ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് സമീപ ഭാവിയിൽ നിങ്ങൾ ആരായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, സമീപ ഭാവിയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത്, നിങ്ങൾ ആ ഒരു സമയത്ത് ആരായിരിക്കും. മജീഷ്യൻ, 9 of Wands, Six of Wands, Five of Swords, Eight of Wands, Ace of Swords, Ace of Wands. അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് മജീഷ്യനാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നതായിട്ടും നിങ്ങൾ ഇവിടെ മനസ്സിൽ സ്വയം ഇരുന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തൊക്കെയാണോ ഈ ഒരു വേദനയിലും ചിന്തിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു ഫ്യൂച്ചറായിട്ട് നോക്കുമ്പോൾ ഇവിടെ നടക്കുമെന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. കൂടാതെ ഒരു 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. അതായത് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ബന്ധങ്ങളിലായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് തന്നെ ആയിരിക്കാം. ഒരുപാട് വേദനകൾ നിങ്ങൾ ഏറ്റുവാങ്ങി, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടൊക്കെ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമീപ ഭാവിയിൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും വേദനകളും ദുഃഖങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളിവിടെ പിന്മാറാൻ തയ്യാറാകാതെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് വരുന്ന ഭാവിയിൽ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു 6 ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ഇത് വിജയമാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ എത്രത്തോളം ത്യാഗം സഹിച്ചുവോ അതിൻ്റെ ഒരു വിജയം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഇവിടെ പലതരത്തിലുള്ള ത്യാഗങ്ങൾ സഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് നെഗറ്റീവായിട്ടുള്ള പല വാക്കുകളും കേൾക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളെ കുറച്ച് വിഷമിപ്പിക്കുന്നുവെങ്കിൽ പോലും നിങ്ങൾ അവർ പറയുന്നത് കേട്ട് ഒരു കാര്യത്തിൽ നിന്ന് ഇപ്പോൾ പിന്തിരിയാൻ തയ്യാറല്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ 6 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാൻ, അതായത് നിങ്ങൾ സ്വയം അഭിമാനിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 5 ഓഫ് സോർട്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ബൗണ്ടറി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം, അതായത് നിങ്ങളോട് അടുത്ത് നിന്നിട്ട് നിങ്ങളെ അതായത് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങളെ പിന്നിൽ നിന്നും ദ്രോഹിക്കുന്ന വ്യക്തികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങളിവിടെ ഒരു അകൽച്ച വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് കൂട്ടത്തിൽ നിർത്തേണ്ടത് എന്നുള്ളൊരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. കൂടാതെ 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു യാത്ര നടക്കാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്ന് ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഈ ഒരു സമീപ ഭാവിയിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളെ ഇവിടെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്ന എനർജി കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളൊരു
തീരുമാനത്തിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഏസ് ഓഫ് വാൻസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇവിടെ പുതിയ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ പുതിയ ജോബിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ചിലർക്കൊക്കെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഇത്രയും കാലം ചിന്തിച്ചിരുന്നതിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമീപ ഭാവിയായിട്ട് നോക്കുമ്പോൾ നിങ്ങളൊരു സന്തോഷത്തിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല ജോബ്, നല്ല ബന്ധങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.